അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്മെല്ലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴുകുന്നത്. അപ്പോൾ ഈ ഒരു നിറത്തിലാണ് കിട്ടുന്നത്. ഇനി ചൂടായി കിടക്കുന്ന ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും 10 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഉള്ളിയും സവാളയും ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതായത് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും 20 ചെറിയ വെളുത്തുള്ളി അല്ലികൾ ചതച്ചതും 4 പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 20 സെക്കൻഡ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 20 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ തക്കാളി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കിട്ടിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ബീഫിന്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ടും കട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 കപ്പോ 1/2 ഗ്ലാസോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വരും, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറിയൊരു നാരങ്ങയുടെ പകുതി നാരങ്ങ അതിന്റെ കുരുവെല്ലാം മാറ്റിയിട്ട് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരി ഇട്ട് കൊടുക്കാം. 2 കപ്പോ 2 ഗ്ലാസോ അളന്നെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം ഒന്ന് ഞെരടി കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്ത അരിയിലേക്ക് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ പച്ചവെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുക. 10 മിനിറ്റ് അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം വെള്ളം മുഴുവനും മാറ്റി എടുത്തിട്ടുണ്ട്. 5 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. അതിന്റെ ആവി മുഴുവനും മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ അത്യാവശ്യം ബീഫ് ഇതാ വെന്തിട്ടുണ്ട്. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ കുക്കർ മൂടി വെച്ച് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി ഈ ബീഫിന്റെ ഗ്രേവിയിൽ നിന്നും ബീഫിന്റെ കഷ്ണങ്ങൾ എടുത്ത് മാറ്റി വെക്കുക. ഇനി ബാക്കി വന്ന ബീഫിന്റെ ഗ്രേവി എത്ര കപ്പ് ഉണ്ടെന്ന് അളന്ന് നോക്കാം. ബീഫിന്റെ ഗ്രേവി അളന്ന് നോക്കിയപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ഗ്രേവിയാണ് കിട്ടിയിട്ടുള്ളത്. അത് കുക്കറിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് കപ്പിലാണോ അരി അളന്നെടുക്കുന്നത് അതേ കപ്പിന്റെ അളവിൽ തന്നെ വെള്ളം അളന്നെടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ 1 കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ബീഫിന്റെ ഗ്രേവി 3/4 കപ്പാണ് കിട്ടുന്നതെങ്കിൽ 1/4 കപ്പ് വെള്ളമോ അല്ലെങ്കിൽ 1/4 കപ്പ് തേങ്ങാപ്പാലോ ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റി അരി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ഗ്രേവിയിൽ നിന്ന് മാറ്റിവെച്ച ബീഫിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒറ്റ വിസിൽ കേട്ടതിന് ശേഷം ഇതിന്റെ ആവിയെല്ലാം പോയിട്ട് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഇറച്ചിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കർ മാത്രം മതി. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഇറച്ചിച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിയും ചോറും ഒക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കർ മാത്രം മതി. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഇറച്ചിച്ചോറ് ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഈ ഇറച്ചിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ചോറും ബീഫും ഒക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്